മേൽക്കൂര തകർന്നു വീണ ആലപ്പുഴ കാർത്തികപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂൾ പ്രതിഷേധത്തിനിടെ ക്രൂരത. കുട്ടികളുടെ പ്രഭാത ഭക്ഷണം തട്ടിത്തെറിപ്പിച്ചു. അവശേഷിച്ച ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടു. സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ പ്രതിഷേധിക്കുന്നതിനിടെയാണ് ഈ സംഭവങ്ങളെല്ലാം. സ്കൂളിലെ പ്രതിഷേധം വലിയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചു. അശ്വിൻ ബലായി ആലപ്പുഴയിൽ ചേർന്നു. അശ്വിൻ, ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്ന കാര്യത്തിൽ സംശയം, ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണത്തിലേക്ക് കുഞ്ഞുങ്ങൾക്ക് പൈപ്പ് തല്ലി പൊട്ടിച്ചു. അതുങ്ങൾക്ക് ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല. സാറന്മാർ നിൽക്കുന്നു, ദൂരെ നിന്നൊക്കെ വരുന്നത്. അവർക്ക് ബാത്റൂമിൽ പോകാൻ വെള്ളം പോലും ഇല്ലെന്നും പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് കൈ കഴുകാൻ വെള്ളമില്ല. പാത്രം, അതുപോലെ പാത്രം വലിച്ചെറിയ. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, കോളേജൊന്നും അല്ലല്ലോ. ഭക്ഷണത്തിൽ മണ്ണ് വീണല്ലേ? പിന്നെ അതുങ്ങൾ കഴിച്ചില്ല, ഒറ്റ ആഹാരം കഴിച്ചില്ല. ഇവിടെ എല്ലാം കൊണ്ടുവന്ന് കളയുക. കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കാൻ അതുങ്ങൾക്ക് പേടി. ഇങ്ങനെ അതിനകത്ത് കിടന്ന് അടിയല്ലേ. പിന്നെ എങ്ങനെ ഇവർക്ക് വെളിയിൽ കിടന്ന് അടിച്ചുകൂടായോ? എന്തിനകത്ത് കയറി പൊടി കുഞ്ഞുങ്ങൾ പഠിക്കുന്നിടത്ത്? നാളെ ഇതുങ്ങളൊക്കെ നാളെ വരുമെന്ന് എന്താ ഉറപ്പ്? വരത്തില്ല, ഒറ്റ പേടിച്ചു പോയി. അശ്വിൻ ബാലയെ ആലപ്പുഴയിൽ ചേർന്നു. അശ്വിൻ, പൊതുസമൂഹത്തിന് പറയാനുള്ളത് ആ ചേച്ചി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരു വീഴ്ച ഉണ്ടായോ എന്ന കാര്യം പരിശോധിക്കണം, ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ ഒരു വീഴ്ചയുടെ പേരും പറഞ്ഞ് എന്തൊക്കെ കോലാഹല പ്രതിഷേധങ്ങളാണ് അവിടെ നടക്കുന്നത്. കുട്ടികളുടെ ഭക്ഷണത്തിൽ പോലും മണ്ണ് വാരിയിടുന്നു. എന്താണ് സംഭവിച്ചത്? ആരാണ് ഈ ക്രൂരത ചെയ്തെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? രണ്ട് കക്ഷികളും അവിടെ ഉണ്ടായിരുന്നു. നിലവിലിപ്പോൾ ആരാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. യൂത്ത് കോൺഗ്രസ്, KSU, അതിനൊപ്പം CPIM എന്നീ കക്ഷികളായിരുന്നു അവിടെ സമരവുമായി ഉണ്ടായിരുന്നത്. പിന്നീട് കേരള കോൺഗ്രസിൻ്റെയും CPIയുടെയും എല്ലാ ആളുകൾ ഈ സ്ഥലത്തുണ്ട്. അതിനിടെയാണ് കുട്ടികൾക്കായി കൊണ്ടുവന്ന ലഘുഭക്ഷണം വെച്ച പാത്രത്തിൻ്റെ അടപ്പുകൾ, അതിൻ്റെ മൂടികൾ വലിച്ച് പോലീസിനും മാധ്യമപ്രവർത്തകർക്കും നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എറിയുന്നത്. അങ്ങനെയാണ് ഇതിന് മൂടിയില്ലാതെയാകുന്നത്. ആ ഭക്ഷണത്തിലേക്കാണ് പിന്നീട് സമരക്കാരാലോ മണ്ണ് വാരി എറിയുന്നതും അത് കുട്ടികൾക്ക് കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതും. നമ്മളൊരു മാതാവിൻ്റെ പ്രതികരണമാണ് കേട്ടത്. ദൂരെ നിന്ന് തൻ്റെ കുട്ടിയെ സ്കൂളിലേക്ക് വിട്ടതാണ്. ഉച്ചഭക്ഷണമൊക്കെ പ്രതീക്ഷിച്ചാണ് വിടുന്നത്. അവർ വിഷമത്തോടു കൂടി പറയുന്നുണ്ട്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായില്ല, കിട്ടിയ ഭക്ഷണത്തിൽ ഇങ്ങനെ മണ്ണ് കിടക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ അവരത് കൊണ്ട് കളയുകയായിരുന്നുവെന്ന് ആ മാതാവ് വേദനയോടുകൂടി പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് നടന്ന പ്രതിഷേധങ്ങൾ അത് അതിരുവിട്ടതാണ്. അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം കുറ്റം പറയാനാവില്ല. ഇന്നിങ്ങോട്ട് പ്രതിഷേധം നടത്തിയ ഈ ക്യാമ്പസിനുള്ളിലുണ്ടായിരുന്ന, ഈ സ്കൂളിനുള്ളിലുണ്ടായിരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യ ഉത്തരവാദിത്വം ഇന്നത്തെ ഈ രാഷ്ട്രീയ കോലാഹലങ്ങളിലുണ്ട്. നിലവിൽ എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രകടനങ്ങൾ അനുമതിയില്ലാതെ നടത്തിയതിനും സ്കൂളിനുള്ളിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കിയതിനും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒപ്പം SFIയുടെ ഒരു പ്രതിഷേധ മാർച്ചിന് വരാനിരിക്കുകയാണ്. അത് സ്ഥലം MLA കൂടിയായ രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട്ടെ MLA ഓഫീസിലേക്കാണ്. നിലവിൽ എന്തായാലും ഉച്ചയോടുകൂടി ഈ ക്ലാസ്സുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ക്ലാസ്സുകൾ പ്രവർത്തിക്കണോ എന്നുള്ളത് ജില്ലാ കളക്ടറാണ് തീരുമാനിക്കേണ്ടത്. അത് ഇന്ന് തന്നെ തീരുമാനം അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഉച്ചയോടുകൂടി ക്ലാസ്സുകൾക്ക് അവധി നൽകി കുട്ടികളെ വീട്ടിലേക്ക് അയച്ചത്. നിലവിൽ എന്തായാലും സ്ഥിതിഗതികൾ ശാന്തമാണ്. സുഹീൽ, ഇന്നലെ തിരുവനന്തപുരത്താണ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം. രോഗിയുമായി അവിടെ നിന്ന് തിരിച്ച് ആംബുലൻസ് തടഞ്ഞു ഒരു രോഗി മരിച്ചു. ഇന്നിതാ സ്കൂളിലെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം. അവിടെ കുട്ടികൾ സുരക്ഷിതരല്ല എന്ന് പേടിച്ച് മാതാപിതാക്കൾ അവരെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകേണ്ട ഗതികേട്. ആർക്ക് വേണ്ടിയാണ് സമരം? എന്ത് ബോധ്യത്തിലാണ്, എന്ത് ബോധത്തിലാണ് ഈ സമരം?